ചികിത്സയ്ക്കെത്തുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരവയവം നഷ്ടമാകുന്നു, മറ്റൊരാൾക്ക് ജീവിതം ലഭിക്കുന്നു. പക്ഷെ ഇതിനിടയിൽ കോടികൾ ആരുടെ കൈകളിലേക്കാണ് ഒഴുകിയത്? ഇതൊരു സാധാരണ അവയവമാറ്റ ശസ്ത്രക്രിയയുടെ കഥയല്ല. വ്യാജരേഖകൾ, ഇടനിലക്കാർ, ആശുപത്രികൾ, കോടികളുടെ കള്ളപ്പണം. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. കേരളത്തെ നടുക്കിയ അവയവക്കടത്ത് കേസിൽ അന്വേഷണം ഓരോ ദിവസവും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു കാലത്ത് സിനിമയിൽ മാത്രം കണ്ടിരുന്ന ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന പദം ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ കേസിന്റെ കേന്ദ്രബിന്ദുവിൽ എത്തിയത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബ്. പോലീസ് അന്വേഷണ പ്രകാരം വ്യാജരേഖകൾ ചമച്ച് അവയവദാതാക്കളെയും സ്വീകർത്താക്കളെയും കണ്ടെത്തി അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയകൾ സംഘടിപ്പിച്ചിരുന്ന റാക്കറ്റിന്റെ പ്രധാന കണ്ണിയായിരുന്നു നജീബ്. അന്വേഷണം മുന്നോട്ടു പോയതോടെ ഇത് വെറും ഒരാളുടെ കുറ്റകൃത്യമല്ലെന്നും സംഘടിത ശൃംഖലയാണെന്നുമുള്ള സംശയം ശക്തമായി. വ്യാജ ബന്ധുത്വ സർട്ടിഫിക്കറ്റുകൾ, തെറ്റായ രേഖകൾ, പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക പ്രലോഭനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചാണ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. പക്ഷെ ഏറ്റവും വലിയ ചോദ്യം അപ്പോഴാണ് ഉയർന്നത്: ഈ ശസ്ത്രക്രിയകൾ നടന്നത് എവിടെയാണ്? അതോടെയാണ് അന്വേഷണം ചില സ്വകാര്യ ആശുപത്രികളിലേക്കും എത്തിയത്. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെട്ടത്. ECIR രജിസ്റ്റർ ചെയ്ത ED ഇനി അന്വേഷിക്കുന്നത് കുറ്റകൃത്യം മാത്രമല്ല, ആ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചെന്ന് സംശയിക്കുന്ന പണത്തിന്റെ വഴികളുമാണ്. പണം ആരിൽ നിന്ന് ആരിലേക്ക് പോയി, ആർക്കൊക്കെ കമ്മീഷൻ ലഭിച്ചു, ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയത്, ഇതാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ കേന്ദ്രം. അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ED നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്ന് ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ളയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അതുകൊണ്ട് അന്വേഷണം അവസാനിച്ചില്ല. ഇപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ ജോൺ അലക്സാണ്ടറെയും ഡോക്ടർ ശ്രീജ പിള്ളയെയും ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പ്രകാരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ആശുപത്രി അധികൃതർ നൽകിയ മൊഴികളിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ MDയെയും ഡോക്ടർമാരെയും വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ED നേരത്തെ അറിയിച്ചിരുന്നു. ഇവിടെ ED ചോദ്യം ചെയ്യുന്നു എന്നത് മാത്രം കുറ്റം തെളിഞ്ഞു എന്നതിനർത്ഥമില്ല. അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ അന്വേഷണം മറ്റൊരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്കും വ്യാപിച്ചു. കൊച്ചിയിലെ പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ED നേരത്തെ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റിലെ അംഗങ്ങളും ചില ഡോക്ടർമാർക്കും സമൻസ് നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അവയവക്കടത്ത് റാക്കറ്റുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ, രേഖകൾ, ചികിത്സാ നടപടികൾ എന്നിവയാണ് പരിശോധിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ കേസിൽ EDയുടെ പ്രധാന കണ്ടെത്തൽ എന്ത് എന്നതാണ് ഇവിടെ ഉയരുന്ന നിർണായകമായ ചോദ്യം. അന്വേഷണത്തിൽ ED ഉന്നയിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ആരോപണം ഇതാണ്: നിയമവിരുദ്ധ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. അതുമാത്രമല്ല, ഓരോ തവണയും അവയവദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകളും നടപടികളും നടത്തുമ്പോൾ റാക്കറ്റിന് കമ്മീഷൻ ലഭിച്ചിരുന്നതായും അന്വേഷണ സംഘം സംശയിക്കുന്നു. ആ കമ്മീഷൻ എങ്ങനെ കൈമാറി, ആർക്കാണ് ലഭിച്ചത്, എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പണമിടപാടുകൾ, ഇതിന്റെ സാമ്പത്തിക തെളിവുകളാണ് ഇപ്പോൾ ED ശേഖരിക്കുന്നത്. എന്തുകൊണ്ടാണ് ED അന്വേഷണം നിർണായകമാകുന്നത്? പോലീസ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യമാണ്, എന്നാൽ ED അന്വേഷിക്കുന്നത് ആ കുറ്റകൃത്യത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ്. അതായത് പണം എവിടെ നിന്ന് വന്നു, ആർക്കാണ് പോയത്, എങ്ങനെ വെളുപ്പിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ കേസിന്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തു വരാൻ സാധ്യതയുണ്ട്. അവയവക്കടത്ത് എങ്ങനെ നടക്കുന്നു? ഇന്ത്യയിലെ നിയമപ്രകാരം ജീവനുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അവയവം ദാനം ചെയ്യാൻ കർശന വ്യവസ്ഥകളുണ്ട്. സാധാരണയായി അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് അനുമതി. ബന്ധമില്ലാത്ത ആളാണെങ്കിൽ പ്രത്യേക അനുമതിയും വിശദമായ പരിശോധനയും നിർബന്ധമാണ്. പക്ഷെ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ഈ നിയമങ്ങളെ മറികടക്കാൻ വ്യാജ ബന്ധുത്വ രേഖകളും വ്യാജ സത്യവാങ്മൂലങ്ങളും മറ്റ് കള്ളരേഖകളും ഉപയോഗിച്ചു എന്നാണ്. ഇത്തരം രേഖകൾ യാഥാർത്ഥ്യമാണോ? ആരാണ് തയ്യാറാക്കിയത്? ആരാണ് അംഗീകരിച്ചത്? ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴികൾ, ബാങ്ക് ഇടപാടുകൾ, രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ എല്ലാം പരസ്പരം പരിശോധിച്ച ശേഷമായിരിക്കും ED അടുത്ത നടപടി സ്വീകരിക്കുക. ആവശ്യമെങ്കിൽ കൂടുതൽ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയം അന്വേഷണ വിധേയരായ ആശുപത്രികളോ ഡോക്ടർമാരോ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഒരവയവം ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാം. പക്ഷേ അതേ അവയവം പണത്തിനായി കച്ചവടം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ശരീരഭാഗം മാത്രമല്ല, ആരോഗ്യ സംവിധാനത്തിലുള്ള സമൂഹത്തിന്റെ വിശ്വാസം കൂടിയാണ്. ഇപ്പോൾ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ്. മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള റാക്കറ്റ് മാത്രമായിരുന്നോ ഇതിന്റെ പിന്നിൽ? അതോ കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലേക്കും വേരിറക്കിയ വലിയ ശൃംഖലയാണോ പുറത്തു വരാൻ പോകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് അന്വേഷണ ഏജൻസികളും ശ്രമിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ ഓരോ വെളിപ്പെടുത്തലും ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം.